കാശി രാജാവിൻ്റെ കൊട്ടാരം ഉത്സവത്തിലായിരുന്നു. അംബ, അംബിക, അംബാലിക എന്നീ 3 സുന്ദരിമാരായ രാജകുമാരിമാരുടെ സ്വയംവരമായിരുന്നു അന്ന്. പല ദേശങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാർ പന്തലിൽ നിരന്നു. എന്നാൽ പെട്ടെന്നാണ് ഇടിമിന്നൽ പോലെ ഭീഷ്മർ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. തൻ്റെ അനുജൻ വിചിത്രവീര്യനു വേണ്ടി ആ 3 കന്യകമാരെയും അദ്ദേഹം ബലമായി രഥത്തിൽ കയറ്റി കൊണ്ടുപോയി. ഹസ്തിനപുരയിലെത്തിയപ്പോൾ അംബ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ഭീഷ്മരോട് പറഞ്ഞു, ഗംഗപുത്ര, ഞാൻ സാൽവരാജാവിനെ ഹൃദയം കൊണ്ട് വരിച്ചവളാണ്. എന്നെ വിട്ടയക്കൂ. ധർമ്മിഷ്ഠനായ ഭീഷ്മർ ഉടൻ തന്നെ അവളെ ബഹുമാനപൂർവം സാൽവന്റെ അടുത്തേക്ക് അയച്ചു. പക്ഷേ വിധി അവളെ നോക്കി പരിഹസിക്കുകയായിരുന്നു. സാൽവൻ അവളെ സ്വീകരിച്ചില്ല. മറ്റൊരു പുരുഷൻ അപഹരിച്ചു കൊണ്ടുപോയ നിന്നെ എനിക്ക് വേണ്ട എന്ന സാൽവന്റെ വാക്കുകൾ അംബയുടെ ഹൃദയത്തിൽ തറച്ചു. തിരികെ ഭീഷ്മരുടെ അടുത്തെത്തിയ അംബ പറഞ്ഞു, എൻ്റെ ജീവിതം തകർത്തത് നിങ്ങളാണ്. അതിനാൽ എന്നെ വിവാഹം കഴിക്കൂ. എന്നാൽ ആജന്മ ബ്രഹ്മചര്യ വ്രതമെടുത്ത ഭീഷ്മർ അവളെയും നിരസിച്ചു. 2 പേരാലും ഉപേക്ഷിക്കപ്പെട്ട അംബ കാടുകളിലൂടെ അലഞ്ഞു. അവളുടെ ഉള്ളിലെ പ്രണയം കരിഞ്ഞുണങ്ങുകയും പകയുടെ അഗ്നി ജ്വലിക്കുകയും ചെയ്തു. അവൾ പ്രതിജ്ഞ ചെയ്തു, ഭീഷ്മർ കാരണം എനിക്കെല്ലാം നഷ്ടമായി. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഞാൻ കാരണമാകും. വർഷങ്ങളോളം അവൾ കഠിനമായ തപസ് ചെയ്തു. ഒടുവിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് വരം നൽകി, ഈ ജന്മത്തിൽ നിനക്ക് ഭീഷ്മരെ കൊല്ലാനാവില്ല. എന്നാൽ അടുത്ത ജന്മത്തിൽ നീ അതിന് കാരണമാകും. തൻ്റെ ലക്ഷ്യത്തിനായി അവൾ ആ ജന്മം അഗ്നിയിൽ ഹോമിച്ചു. കാലം കടന്നുപോയി. അവൾ പാണ്ഡവരുടെ ശത്രുവായ ദ്രുപദ രാജാവിൻ്റെ മകളായി ശിഖണ്ഡിനിയായി പുനർജനിച്ചു. പിന്നീട് പുരുഷത്വം സ്വീകരിച്ച് അവൾ ശിഖണ്ഡിയായി. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 10-ാം ദിവസം അർജുനന്റെ രഥത്തിന് മുന്നിൽ ശിഖണ്ഡി നിലയുറപ്പിച്ചു. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് പഴയ അംബയാണെന്ന് ഭീഷ്മർ തിരിച്ചറിഞ്ഞു. ഒരു സ്ത്രീക്ക് നേരെ ഞാൻ യുദ്ധം ഉയർത്തില്ല എന്ന് പറഞ്ഞ് ആ പിതാമഹൻ വില്ല് താഴെ വെച്ചു. ശിഖണ്ഡിയുടെ മറവിൽ നിന്ന് അർജുനൻ തൊടുത്ത ശരങ്ങൾ ഭീഷ്മരുടെ നെഞ്ചിൽ തറച്ചു. ശരശയ്യയിൽ കിടക്കുമ്പോഴും ഭീഷ്മർ ആ പഴയ അംബയുടെ ആത്മാവിനെ അവിടെ കണ്ടിരിക്കാം. നൂറ്റാണ്ടുകൾ നീണ്ട ഒരു സ്ത്രീയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അങ്ങനെ ആ രണഭൂമിയിൽ അവസാനിച്ചു.